തണ്ണിമത്തൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലെ. അത് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഒക്കെ നമുക്ക് ഹൃദയത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മാറ്റാനും സൂര്യതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുന്നതിൽ നിന്ന് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. കാൽഷ്യം കാർബൈഡ് പഴുപ്പിക്കാനായിട്ട് ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടണം അല്ലെ. അപ്പോൾ നമുക്ക് പച്ചയായിരിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കാൽഷ്യം കാരണം നമുക്ക് മാങ്ങയൊക്കെ പഴുപ്പിക്കുന്ന പോലെ തന്നെ പഴുപ്പിക്കുന്നതും നമുക്ക് ഇത് ഉദര പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല കടകളിൽ നിന്ന് നോക്കി മേടിക്കുക. അഡൾട്രേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇന്ന് എൻ്റെ അടുത്ത് വന്ന രോഗി അവർ പറഞ്ഞൊരു പ്രശ്നം, അവർക്ക് ഒരു സ്കിൻ ഡിസീസ് വളരെയധികം കുറഞ്ഞതായിരുന്നു. പക്ഷേ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചതായിട്ട് അവർ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? തണ്ണിമത്തൻ്റെ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഈ ഒരു പ്രശ്നം പലപ്പോഴും ഒരുപാട് രോഗികൾ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസ്റ്റുല രോഗികൾ, അത്തരത്തിൽ അല്ലെങ്കിൽ അലർജി രോഗികൾ, ഇത്തരത്തിലുള്ള ഒരുപാട് പേര് അല്ലെങ്കിൽ കുറേ വ്യക്തികളെങ്കിലും പറഞ്ഞിട്ടുള്ളത് തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ഉദര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വയറിളക്കം ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു രോഗി ഒരിക്കൽ പറഞ്ഞത് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു ആഫ്റ്റർ തണ്ണിമത്തൻ ഇൻടേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് തണ്ണിമത്തൻ കഴിച്ചു കഴിയുമ്പോൾ ഇത്തരം പല രോഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉള്ള രോഗങ്ങൾ പലതും വർദ്ധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമുക്കറിയാം തണ്ണിമത്തൻ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ഞാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്, കഴിക്കാനും ദഹിക്കാനൊക്കെ എളുപ്പമുള്ളതാണ്, നമുക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻസ് നിങ്ങൾ എടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. തണ്ണിമത്തൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലെ. അത് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഒക്കെ നമുക്ക് ഹൃദയത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മാറ്റാനും സൂര്യതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുന്നതിൽ നിന്ന് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഒരു തടി കുറയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തണ്ണിമത്തൻ കഴിക്കുന്നതുകൊണ്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇതുമൂലം പല രോഗങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നാമത്തെ പ്രശ്നം തണ്ണിമത്തനിൽ വരുന്നത് ഇതിൻ്റെ അഡൾട്രേഷനാണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന തണ്ണിമത്തൻ പലപ്പോഴും വേണ്ടത്ര ഒരു മായം കലർന്ന തണ്ണിമത്തൻ കിട്ടുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മായമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കാൻ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ തണ്ണിമത്തൻ വിൽക്കുന്ന കടകളൊന്നും ആവണമെന്നില്ല, ചില കടകളിലെങ്കിലും ഒരു പരിധി വരെ ഇതിൻ്റെ ഭാരം വർദ്ധിക്കാനായിട്ട് വെള്ളം ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് കിട്ടുന്ന വെള്ളം അവർ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുമ്പോൾ അതിൽ ഒരു 100 ഗ്രാം 200 ഗ്രാം ഓരോ തണ്ണിമത്തനിൽ കൂടുമ്പോൾ തന്നെ അവർക്ക് വലിയൊരു ലാഭം ഉണ്ടാകാം. പക്ഷേ ഈ ചെല്ലുന്ന വെള്ളം അതിൻ്റെ ഉള്ളിലിരുന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് വന്ന് അത് കഴിക്കുന്ന തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി ഫുഡ് പോയ്സൺ പോലെ നമുക്ക് വയറിളക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വല്ല ഒരു സിറിഞ്ചിൻ്റെ ഒരു കുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ചിലർ ഷുഗർ മധുരം കൂടാനായിട്ട് മധുരം കയറ്റും. ഈ വെള്ളത്തോടൊപ്പം തന്നെ മധുരം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഫെർമെൻറ്റേഷൻ സംഭവിക്കും. അത് കഴിച്ചാൽ ഉടനടി നമുക്ക് ടോയ്ലറ്റ് പോകാനായിട്ടൊക്കെ തോന്നലുണ്ടാവും. അതുപോലെ തന്നെ കളർ കൂടാനായിട്ട് റെഡ് ഡൈ ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ തണ്ണിമത്തൻ്റെ ഒരു തോടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. റെഡ് ഡൈ ചേർത്തിട്ടുണ്ടോ നമുക്ക് നോക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ ഒരുപാട് നമ്മൾ അഡൾട്രേഷൻ്റെ മേഖലയിൽ നമുക്ക് തണ്ണിമത്തനിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാൽഷ്യം കാർബൈഡ് പഴുപ്പിക്കാനായിട്ട് ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടണം അല്ലെ. അപ്പോൾ നമുക്ക് പച്ചയായിരിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കാൽഷ്യം കാരണം നമുക്ക് മാങ്ങയൊക്കെ പഴുപ്പിക്കുന്ന പോലെ തന്നെ പഴുപ്പിക്കുന്നതും നമുക്ക് ഇത് ഉദര പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ അഡൾട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും തണ്ണിമത്തൻ വളരെ പെട്ടെന്ന് ബ്ലോട്ടിങ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാക്കാനോ ഒക്കെ സാധ്യതയിലാണ്. ചിലർക്കുണ്ട് എന്ത് കഴിച്ചാലും പാല് കുടിച്ചാൽ വയറിളക്കി പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന ഹൈ ഫ്രക്ടോസ് വേണ്ടത്ര അബ്സോർഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നടന്നില്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയി ഗട്ട് ബാക്ടീരിയയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഗ്യാസ് ഫോർമേഷൻ, ഒരു ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വയറ് പെട്ടെന്ന് വീർക്കുകയും ഉടനടി തന്നെ ഛർദ്ദിക്കാൻ വരികയോ അല്ലെങ്കിൽ വയറിളക്കി പോവുകയോ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ഇത്തരത്തിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല കടകളിൽ നിന്ന് നോക്കി മേടിക്കുക. അഡൾട്രേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ തണ്ണിമത്തൻ വളരെ നല്ല നമ്മുടെ ഹൃദയബലത്തെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഒരു സെൻസ് നമ്മൾ എപ്പോഴും തണ്ണിമത്തൻ കഴിക്കുമ്പോൾ മനസ്സിൽ വെക്കണം, ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ഫെർമെൻറ്റേഷൻ. ഞാൻ പലപ്പോഴും രോഗികളിൽ ഫിസ്റ്റുല രോഗികളിലൊക്കെ നമുക്ക് ഞാൻ നേരിട്ട് ഒരുപാട് അനുഭവം ഉള്ളതാണ്. എന്നുവെച്ചാൽ ഫിസ്റ്റുലയിൽ അസിഡിറ്റി മൂലമുണ്ടാകുന്ന ഫിസ്റ്റുലുള്ള രോഗികളിലേക്ക് അവർ തണ്ണിമത്തൻ കഴിച്ചാൽ ഉടനടി അവരുടെ ഫിസ്റ്റുലയുടെ പഴുപ്പ് വരാനായിട്ട് തുടങ്ങും. ഒരിക്കൽ ഉണങ്ങിപ്പോയിരുന്ന ഫിസ്റ്റുല വീണ്ടും പഴുപ്പ് വരാനായിട്ട് ആരംഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് ഈ തണ്ണിമത്തൻ്റെ ഈ ഫെർമെൻറ്റേഷനാണ്. ഞാൻ എപ്പോഴും പറയും ഫിസ്റ്റുല രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതെല്ലാം പുളിയുള്ള ഫ്രൂട്ടുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തണ്ണിമത്തൻ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയും തണ്ണിമത്തൻ മധുരമല്ല, അതിന് പുളിയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കേസിൽ മാത്രം ഉള്ള പ്രത്യേകതയുള്ളത് കഴിക്കുമ്പോൾ മധുരമാണെങ്കിലും വയറിലെത്തിയാൽ ഉടനെ തന്നെ പുളിക്കുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുളി അലർജി ഉള്ളവർക്കെല്ലാം, അല്ലെങ്കിൽ തുമ്മലുള്ളവർക്ക്, അല്ലെങ്കിൽ അലർജി മൂലമുള്ള സോറിയാസിസ് ഉള്ളവർക്കൊക്കെ തണ്ണിമത്തൻ കഴിച്ചാൽ രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.